ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. സ്മി അനന്തു. മക്കളെ, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ റിസൾട്ട് ഇന്ന് അവർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു റിസൾട്ട് വരുന്ന ദിവസം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ സംഭവിച്ച മക്കളെ, മെയ് 5 എന്നുള്ളത് കൺഫർമേഷൻ നമുക്ക് കിട്ടി, കറക്റ്റ് ആയിരുന്നു. റിസൾട്ട് വന്നിരിക്കുവാണ്. അതോടൊപ്പം തന്നെ സന്തോഷം എന്ന് വെച്ചാൽ മക്കളെ, കോളുകളും മെസ്സേജുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാച്ചിലുള്ള സേ കുട്ടികളും അല്ലാതെ റെഗുലർ കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്, വിളിച്ചുകൊണ്ടിരിക്കുവാണ്. വളരെ ചെറിയ മാർക്കിൽ നിന്നും വലിയൊരു മാർക്കിലേക്ക് എത്തി എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പകുതിയിലേറെ മാത്രമേ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുള്ളൂ ഞാൻ വീണ്ടും പറയുന്നു. മുഴുവൻ എഫേർട്ട് നിങ്ങളുടെ കയ്യിലാണ്. ഈ മാർക്ക് കിട്ടിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെയാണ് മക്കളെ. അല്ലാതെ ഞാൻ കാരണമാണ്, ഞാൻ ജസ്റ്റ് അതിനൊരു നിമിത്തമായി നിങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടിയത്. എനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മൾ +1 എക്സാമിൻ്റെ തലേ ദിവസം 15 മണിക്കൂറോളം ലൈവ് എടുത്തു. ആ ലൈവ് മാത്രം കണ്ട കുട്ടികൾക്ക് വരെ A+ കിട്ടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴാണ്, അങ്ങനെ തന്നെയാണ് കുട്ടികൾ മെസ്സേജ് അയക്കുന്നത്. സാർ, ആ ലൈവ് കണ്ടതുകൊണ്ട് മാത്രം 80-ൽ 79 മാർക്ക്, 1 മാർക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ കണ്ടു. മക്കളെ, നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു മാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ മാർക്ക് എത്രയാണ്, ഇപ്പോൾ കിട്ടിയ മാർക്ക് എത്രയാണെന്ന് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് സെക്ഷൻ നിറയ്ക്കുക മക്കളെ. കാരണം നിങ്ങൾക്ക് എനിക്ക് നൽകാൻ പറ്റുന്ന ആ ഒരു സന്തോഷം അത് മാത്രമാണ്. എനിക്ക് കമൻറ്റ് വായിച്ച് എനിക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ കിടന്നുറങ്ങണം മക്കളെ. നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക്, അതാണ് എനിക്ക് വേണ്ടത്. ഇത് തന്നെ നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, +2ലേക്ക് കാലെടുത്ത് വെച്ച കുട്ടികളും അതേപോലെ +1ലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന കുട്ടികളും ഒക്കെ ഇത് കണ്ടിട്ട് നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ എന്നെ പരിചയപ്പെട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റണം. കാരണം ഞാൻ പറഞ്ഞില്ലേ മക്കളെ, മാത്സ് അത്രയും രസകരമായിട്ട് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതും പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടുമെന്നുള്ളതും അവരെയും കൂടെ അറിയിക്കണമെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ അത് എന്നെ അറിയിക്കുക. വളരെ സന്തോഷമുണ്ട്. എന്നെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല മക്കളെ. ചിലവരൊക്കെ വളരെ ഇമോഷണലായിട്ടാണ് എന്നെ വിളിക്കുന്നത്. എനിക്കത് കേൾക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം മക്കളെ. ഭയങ്കര സന്തോഷമുണ്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ ഡേറ്റിന് അന്ന് റിസൾട്ട് വന്നു. അനാവശ്യമായി ബാക്കിയുള്ള അവിടെ ഇവിടെയും പറയുന്ന പോലെ നാളെ റിസൾട്ട് വരും, മറ്റന്നാൾ റിസൾട്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചിട്ടില്ല. വരും എന്ന് പറഞ്ഞ ആ ദിവസം തന്നെ റിസൾട്ട് വന്നു. അതിനെനിക്ക് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ റിസൾട്ട് വന്നതും വലിയ ഒരു മാറ്റം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന മാർക്കിനേക്കാൾ ലഭിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞപ്പോഴും സന്തോഷം. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ, കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഏകദേശം 1000-ത്തിനപ്പുറം കുട്ടികൾ ബാച്ചിൽ തന്നെ ഉണ്ട്. സോ അവർക്ക് നല്ലൊരു മാറ്റം സംഭവിച്ചതെന്നുള്ളത് എനിക്ക് മെസ്സേജിലൂടെ തന്നെ അറിയാൻ പറ്റും. അവരുടെയാണ് ഇമോഷൻസ് കൂടുതലും. കാരണം 7 മാർക്കായ കുട്ടി 42 മാർക്കിലേക്കായി, 3 മാർക്കായ കുട്ടി 28 മാർക്കിലേക്കായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. മക്കളെ, ഞാൻ പറഞ്ഞു നിങ്ങൾക്കാണ് ക്രെഡിറ്റ് മൊത്തം. ഞാൻ അതിനൊരു വഴി കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ മക്കളെ. മാത്സ് ഇത്ര എളുപ്പമാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ മാക്സിമം ശ്രമിച്ചത്. മക്കളെ, നിങ്ങളാണ് എൻ്റെ എനർജി. നിങ്ങൾ കൂടെ കാണണം, സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നമ്മുടെ ഇനിയുള്ള ജൂനിയേഴ്സിന് എല്ലാവർക്കും നമ്മളിന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം മക്കളെ. ഇങ്ങനൊരു അധ്യാപകൻ ഉണ്ടായിരുന്നുവെന്നും മാത്സ് പഠിപ്പിക്കുമെന്നും പഠിപ്പിച്ചാൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുവെന്നും ഒക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം നമ്മൾ വളർന്നു വരുന്നൊരു യൂട്യൂബിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഓക്കെ, അപ്പോൾ മക്കളെ, പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, ചില കുട്ടികൾക്ക് ഡൗട്ടുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ ഞാൻ ജയിച്ചോ. കുട്ടികളാണ് കൂടുതൽ മെസ്സേജ് അയക്കുന്നത്. സാറേ ഞാൻ ജയിച്ചോ, ഈ റിസൾട്ട് കണ്ട് മനസ്സിലാവുന്നില്ല, +2ലെ മാർക്ക് കൂടെ വെച്ച് നോക്കുമ്പോൾ എന്താകും എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ടും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുവാണ് മക്കളെ. ജസ്റ്റ് നിങ്ങൾ നോക്കുക. മക്കളെ, ഇതാണ് നിങ്ങളുടെ റിസൾട്ട്. ഏത് കുട്ടിയുടെ റിസൾട്ടാണ് ഏതാണെന്നൊന്നും പറയുന്നില്ല. ഈ റിസൾട്ടിനകത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. സിക്ക് ചേഞ്ച് ഒന്നും വരത്തില്ല. നേരത്തെ എത്രയാണോ മാർക്ക് കിട്ടിയത് അത് തന്നെയാണ് സി നോക്കേണ്ട കാര്യമില്ല. ഇതും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയേണ്ടത്, ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതിയിട്ട് ചേഞ്ച് വന്ന മാർക്ക് ഇതാണ്. ഏതാണ്? TE എന്ന് പറയുന്ന ഈ ഒരു മാർക്കാണ്. ഓക്കെ, കാണാമെന്ന് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഈ കുട്ടി 60-ൽ 25 മാർക്ക് കിട്ടി. എത്ര വേണം ജയിക്കാൻ? 18 മാർക്ക് മതിയായിരുന്നു ജയിക്കാൻ. ആ കുട്ടിക്ക് ഇപ്പോൾ 25 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ 18ൻ്റെ കൂടെ എക്സ്ട്രാ 7 മാർക്ക് കൂടെ ആ കുട്ടിക്ക് കിട്ടി, ജയിച്ചിട്ടുണ്ട്. ഓക്കെ, +1 ജയിച്ചു. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ചിലവർ ഇവിടെ നോക്കിയിട്ട് 80-ൽ 36 വേണം നോക്കിയിട്ട് പറയുന്നുണ്ട്. അതൊന്നും നോക്കേണ്ട കാര്യം. നിങ്ങൾ ഇവിടെ നോക്ക്. 60-ൽ 18 ഉണ്ടോ, നിങ്ങൾ ജയിച്ചു. +1 നിങ്ങൾ ജയിച്ചു. ഉറപ്പുള്ള കാര്യമാണ്. 60-ൽ 18 ഉണ്ടോ, നിങ്ങൾ ജയിച്ചു. സിയുടെ കാര്യം ഇപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. 60-ൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ട മാർക്ക് 18 ഉണ്ടോ, നിങ്ങൾ ജയിച്ചു. 18 കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ബോണസ് മാർക്ക് ആണ്. ഓക്കെ, ഇനി കുട്ടികളുടെ മറ്റൊരു ഡൗട്ടാണ്, സാറേ +1 എനിക്ക് ഇപ്പോൾ കിട്ടി, ഞാൻ ജയിച്ചു, +2ലും കൂടെ കൂട്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്?
അത് ഞാൻ പറയാം. മക്കളെ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഇത് നിങ്ങളുടെ +2ൻ്റെ മാർക്കാണ്. ഓക്കെ, +2ന് നിങ്ങൾ എഴുതിയെടുത്ത മാർക്കാണ്. സേ കുട്ടികൾക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ കുട്ടികൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് നിങ്ങളുടെ +2 സേ എക്സാമിന് എഴുതി കിട്ടിയ മാർക്കാണ്. +2 സേ എക്സാമിന് എഴുതി കിട്ടിയ മാർക്കാണ്. ഇത് +2 ഒറിജിനൽ മാർക്ക് ലിസ്റ്റാണ്. ഓക്കെ, എടാ ഇപ്പോൾ ഇവിടെ എനിക്ക് 25 കിട്ടി, +1 കിട്ടി. +2ൽ നിങ്ങൾ സേ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് എടുത്ത് വയ്ക്കുക. അതിൻ്റെ അകത്ത് ദേ സെക്കൻഡ് ഇയറിലെ ഇപ്പം മാത്സിൻ്റെ കണ്ടല്ലോടാ മക്കളെ, സെക്കൻഡ് ഇയറിലെ മാത്സിൻ്റെ നേരെ ഉള്ള സെക്കൻഡ് ഇയറിലെ ഈ ടി നോക്കുക. ടി എത്രയുണ്ട്? 11. കണ്ടല്ലോടാ മക്കളെ, സെക്കൻഡ് ഇയറിലെ ടി. സേ എക്സാം +2ൻ്റെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാത്സിൻ്റെ നേരെയുള്ള ടി നോക്കുക. 11 അല്ലേ? ഓക്കെ, 11ഉം പിന്നെ 25. ഇപ്പോൾ എത്രയാടാ? 11 + 25 എത്ര കിട്ടി? 36 മാർക്ക്. ടോട്ടൽ 120 കിട്ടി. എന്ന് പറയാൻ 120ൽ ഡബിൾ പാസ് നിങ്ങൾ വാങ്ങി. 36 നിങ്ങൾ ജയിച്ചു. ഓക്കെ, മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ഈ മാർക്കും ഇപ്പോൾ കിട്ടിയ മാർക്കും നിങ്ങൾ +2ലെ ടി മാർക്കും കൂടെ എടുത്ത് വെച്ച് നോക്കുക. ടോട്ടൽ എത്രയാണ് നിങ്ങൾ കൂട്ടി നോക്കുക. ഓക്കെ, ടോട്ടൽ എത്രയാണ് നിങ്ങൾ കൂട്ടി നോക്കുക. 25ഉം 11ഉം കൂടെ കൂട്ടുമ്പോൾ 36 കിട്ടണമെങ്കിൽ ടോട്ടൽ 36 വേണം 120ൽ, എങ്കിൽ നിങ്ങൾ ജയിച്ചു. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി ചില കുട്ടികൾ പറയുവാണ് ഞങ്ങൾ സേ എക്സാം എഴുതണം, അപ്പോൾ സേ എക്സാമിൻ്റെ മാർക്ക് എടുക്കത്തുള്ളൂ. സേ എക്സാമിൻ്റെ മാർക്ക്, അപ്പോൾ ഇത് മാറ്റിയിട്ട് സേ എക്സാമിൻ്റെ മാർക്ക്. അപ്പോൾ നമ്മൾ എഴുതിയെടുത്ത മാർക്ക് എത്രയാണ്? ഇപ്പം +1ൽ 25 കേട്ടോ. സേ എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയത് 31 മാർക്കുണ്ട് ഇവിടെ. മക്കളെ നോക്കണേ, 31 മാർക്ക് ഇവിടെ ഉണ്ട്. കൺഫ്യൂഷൻ ആകല്ലേ. ഈ 31 മാർക്ക് എന്ന് പറയുന്നത് സേ എക്സാമിന് +2ൽ കിട്ടിയ മാത്രം മാർക്കല്ല, +1ഉം +2ഉം കൂടെ കൂട്ടി കിട്ടിയ മാർക്കാണ്. കണ്ടല്ലോടാ, ഔട്ട് ഓഫ് 120, 120ൽ 31 എന്ന് പറഞ്ഞാൽ 120ൽ 31 നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് +2ൽ മാത്രം എത്ര മാർക്കുണ്ട്? നമുക്ക് നോക്കാം. ദേ +1ൽ നിങ്ങൾക്ക് 7ഉം 11ഉം കൂടെ കൂട്ടി ടോട്ടൽ എത്രയാണ് വന്നത്? 18 മാർക്കാണ് ടി വന്നത്. കണ്ടല്ലോടാ, നേരത്തെ 7ഉം 11ഉം കൂടെ കൂട്ടി 18 മാർക്കാണ് നിങ്ങൾക്ക് ടിയിൽ വന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ +2 നിങ്ങൾ ഫെയിലായി. അപ്പോൾ നിങ്ങൾ സേ എഴുതിയപ്പോൾ 31 മാർക്ക് കിട്ടി. ശരിക്കും 36 ആയിരുന്നു വേണ്ടത്. അപ്പോൾ നിങ്ങൾ +2ൽ മാത്രം എത്ര മാർക്ക് കൂടി? നേരത്തെ 7 മാർക്ക് എന്ന് പറയുന്നത് അവിടെ നിന്നു. 7ൻ്റെ കൂടെ +24 മാർക്കാണ് നിങ്ങൾ സേക്ക് എഴുതിയെടുത്തത്. കൊണ്ടാണ് 31 മാർക്ക് എന്നുള്ളത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് +2ൽ എത്ര മാർക്കുണ്ട്? 24 മാർക്ക് കിട്ടിയിട്ടുണ്ട്. +2 സേ എന്ന് പറയുന്നത് 24 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ കിട്ടിയ +1ൻ്റെ മാർക്ക് കൂടെ ആഡ് ചെയ്തേ, 25. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കായി? ടോട്ടൽ 49 മാർക്ക് 120ൽ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. മനസ്സിലായല്ലോ? ഇതാണ് മാർക്ക് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സേ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് +2ൻ്റെ മാർക്ക് മാത്രം എടുത്ത് വെച്ചിട്ട് ആഡ് ചെയ്ത് നോക്കുക. സേ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് ടിയും നമുക്കിപ്പോൾ കിട്ടിയ മാർക്ക് കൂടെ ആഡ് ചെയ്ത് നോക്കുക. 36 കിട്ടണുണ്ടോ നോക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു. ഓക്കെ, ഇത്രയൊക്കെയുള്ള മക്കളെ ഈ ഡൗട്ട് പറഞ്ഞ് എനിക്ക് എന്നെ വിളിക്കല്ലേ മക്കളെ, കാരണം ഇഷ്ടംപോലെ കോളുകൾ വരുന്നുണ്ട്, എടുക്കാൻ സാധിക്കുന്നില്ല. പറ്റുന്ന കോളുകൾ ചിലതൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുക, പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾ എനിക്കറിയാം ടെൻഷനിലായിരിക്കും, ധൃതി പിടിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. സാറേ പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 28 മെസ്സേജ് ഒരു കുട്ടിയുടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ അയച്ചോണ്ടിരിക്കും, പ്ലീസ് റിപ്ലൈ. അപ്പോൾ ഇങ്ങനെ വന്ന് കിടക്കുവാണ്. അങ്ങനെ ആ കുട്ടിയെ ഞാൻ വിളിച്ചു, മെസ്സേജ് അയച്ചു. എന്ന് കരുതി നിങ്ങൾ കൂടുതൽ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. ഞാൻ നോക്കി എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. ഡൗട്ട് ഉള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക മക്കളെ. അറിയാവുന്ന ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഫ്യൂച്ചറിലൊക്കെ നിങ്ങൾ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിലും അതിനൊക്കെ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് മക്കളെ. അതേപോലെ നമ്മുടെ ഫീഡ്ബാക്കും രേഖപ്പെടുത്താൻ മറക്കരുത്. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ജൂനിയേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു മാത്സ് സാർ ഉണ്ടെന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം മക്കളെ. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞൊന്ന് കരുതി ഇവിടുന്ന് പോകരുത്, തിരിച്ചു വരണം. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ വീഡിയോക്കൊക്കെ കമൻറ്റ് ചെയ്യണം. ഞാൻ പഴയ സ്റ്റുഡൻ്റ് ആണ്, ഞാനിങ്ങനെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യാം മക്കളെ. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് എപ്പോഴെങ്കിലുമൊക്കെ കാണാം മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.